ഇതിനോട് കൂടെ തന്നെ പെണ്ണ് മഹ്റമിന്റെ കൂടെ പോകണം എന്ന് പറഞ്ഞ മസ്അല പ്രതിപാദിക്കുന്നിടത്ത് നമുക്ക് ഫിഖ്ഹ് പാഠം നൽകുന്നത് ഇങ്ങനെ നിസ്വത്ത് ഉണ്ട്, അതായത് സിഖത്തായ 10 20 ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ പോകുന്നതിന് കുഴപ്പമില്ല എന്ന് ഫിഖ്ഹ് നമുക്ക് പാഠം നൽകുന്നു. അതേപോലെ കസ്റാക്കലിന് ചുരുങ്ങിയ യാത്രയാണെങ്കിലും മഹ്റം വേണം, അതായത് 132 കിലോമീറ്റർ ആണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതിലും താഴെ ആണെങ്കിലും കൂടെ ആള് വേണം എന്നതാണ് ഫിഖ്ഹ് നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. അതേസമയത്ത് ഇതൊക്കെ ഫർളിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഒരു വിട്ടുവീഴ്ച തന്നിട്ടുള്ളത്. അതേസമയത്ത് സുന്നത്തിനാണെങ്കിൽ അത് ഇല്ലാതെ വലൈസ ലഹൽ ഖുറൂജു ലിതതവ്വുഇ വലൗ മഅ നിസ്വത്തിൻ കസീറത്തിൻ ഇൻ കസുറ സഫറു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് യാത്ര വളരെ കുറഞ്ഞതാണെങ്കിലും കസീറായ പെണ്ണുങ്ങളോട് കൂടെ തത്തവ്വുഇന് സുന്നത്തിന് വേണ്ടി പുറപ്പെടേണ്ടതില്ല. അപ്പോൾ നമ്മൾ ഇവിടെ കുറെ കാര്യങ്ങൾ ആലോചിക്കാറുണ്ട്. നമ്മൾ ദൂരെ വീട്ടിൽ നിന്നൊക്കെ ഭർത്താവിന്റെയോ അല്ലെങ്കിൽ വീട്ടുകാരുടെ സംബന്ധമില്ലാതെ കുറച്ച് ദൂരെ ദിക്റോ മജ്‌ലിസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോകുന്നത് തെറ്റാണ്. കാരണം അവിടെ പെണ്ണ് മാത്രമേ ഉള്ളൂ എങ്കിൽ അതിലൊക്കെ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് എന്നൊക്കെയുള്ള പാഠം നമുക്ക് ഈ ഇബാറത്തുകൾ കൊണ്ട് ഫുഖഹാ നമുക്ക് വലിയ 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 മസ്അലകളാണ് നമുക്ക് പഠിപ്പിക്കുന്നത് എന്ന് നാം എപ്പോഴും ഓർക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി യാത്ര ചുരുക്കി അപ്പൊ പിന്നെ ഒരു ചോദ്യം വന്നു, ഈ പെണ്ണ് വിരൂപിയായ പെണ്ണ, അത്ര കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല, എന്നാ പോയിക്കൂടെ? എന്നാലും പറ്റില്ല. കാരണം അതൊക്കെ ഫുഖഹാ വീക്ഷിച്ചു വളരെ അത്ര വിശദമായിട്ട് ആ കാര്യങ്ങൾ വീക്ഷിച്ചിട്ടുണ്ട്. ഒരു 10 വർഷം മുമ്പ് നമ്മൾ കേട്ടില്ലേ, വളരെ വിരൂപിയായി കുഷ്ഠരോഗം പിടിച്ച് കിടക്കുന്ന ഒരു പെണ്ണിനെ റോഡ് സൈഡിൽ നിന്നിട്ട് ഇല്ലേ അനന്തരമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുത്തിയതായ വിഷയങ്ങളെല്ലാം വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഒരു 10 വർഷം മുമ്പാണ് ഞാൻ ഓർക്കുന്നു, ചെറിയൊരു ഓർമ്മയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിന്റെയൊക്കെ വസ്തുത എന്നത് വളരെ വളരെ ദീർഘവീക്ഷണം ചെയ്തുകൊണ്ട് ഫുഖഹാ ഈ പറഞ്ഞ ഖുർആൻ ഹദീസ് അടിസ്ഥാനത്തിൽ അതിനെ ശേഖരിക്കുകയും നമുക്ക് പാഠം നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ പെണ്ണ് അങ്ങനെയാണ് വേണ്ടത് എന്നർത്ഥം. അപ്പൊ അങ്ങനെ പോവേണ്ടുന്ന മസ്അലയാണ് ഫിഖ്ഹ് നമുക്ക് പാഠം നൽകിയത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ പെണ്ണിന്റെ മസ്അല അങ്ങനെയാണ്. അപ്പോ ഇൻഷാ അല്ലാഹ് അപ്പൊ ഏകദേശം ഇപ്പോൾ ഇന്ന് ആ നിബന്ധനകൾ, ആ പറഞ്ഞ ഷർത്തുകൾ ആണ് മുസ്തത്തിഅ ആരാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയ എത്തിനോട്ടം നമ്മൾ ഇന്ന് നടത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസം നമുക്ക് പറയാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ദീനിനെ പറയാനും കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും പ്രായോഗികമാക്കാനും നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.